ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫാത്തിഹയിൽ അക്ഷരങ്ങളൊന്നും തെറ്റാതെ ഓരോ അക്ഷരവും കൃത്യത്തിൽ ഓതണം. ഒരക്ഷരം പിഴച്ചാൽ നിസ്കാരം ബാത്തിലാണ്, ഫാത്തിഹ ബാത്തിലാണ്, ഹറാമുമാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഫാത്തിഹ കൃത്യമായിട്ട് ഒറ്റ അക്ഷരവും തെറ്റാതെ ഉസ്താദുമാരുടെ മുന്നിൽ പോയി ഓതി ശരിയാക്കേണ്ട ആക്കൽ എല്ലാവരുടെ മേൽ നിർബന്ധമാണ്. ശരിയാവാത്തവർ അതെനിക്കറിയില്ല, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി മടി കാണിക്കേണ്ടതില്ല. വളരെ ഗൗരവത്തിൽ സാധാരണ ആളുകളൊക്കെ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമാണ് എന്ന് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി. ഇനി അതേപോലെ തന്നെ അത്തഹിയാത്തിൽ നിർബന്ധമായ ഭാഗങ്ങളുണ്ടല്ലോ. അത്തഹിയാത്ത് ഓതൽ നിസ്കാരത്തിന്റെ ഫർളാണ്. അതിലെ അക്ഷരങ്ങൾ തെറ്റാതെ ഓതൽ നിർബന്ധമാണ്. അതാണ് ഇനി പറയുന്നത്. ഇഷ്തറത്തു ലാക്കിൻ ഇഷ്തറത്തു ഫീഹി, അത്തഹിയാത്തിൽ ഷർത്താക്കപ്പെടും. ദിആയത്തു തസ്ദീദാത്തിൻ, അതിലെ ശബ്ദങ്ങളൊക്കെ സൂക്ഷിച്ചോതൽ. അത്തഹിയാത്തു അവിടെ തന്നെ വേണ്ടോ, ആ താഇന് ശബ്ദുണ്ട്, അത്ത. അതുപോലെ യാഇന് ശബ്ദുണ്ട്, അത്തഹിയാത്തു. പക്ഷെ സ്പീഡിൽ ഓതുമ്പോ അത്തയ്യാത്തു നോതല്. അവിടെ യാഇന്റെ ശബ്ദമൊക്കെ പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സ്പീഡിൽ അങ്ങോട്ട് അടിച്ചു വിടുമ്പോ ആ അത്തഹിയാത്ത് സഹീഹാകുകയില്ല, അത്തഹിയാത്ത് സഹീഹാകുകയില്ല, നിസ്കാരവും സഹീഹാകൂല. ഇഷ്തറത്ത് ഫീഹി അത്തഹിയാത്തിൽ ഷർത്താക്കപ്പെടും. റിആയത്തു തസ്ദീദാത്തിൻ, ശബ്ദകൾ സൂക്ഷിക്കൽ. വമുവാലാത്തുൻ, ഇഷ്തറത്തു റിആയത്തു വമുവാലാത്തു എടുക്കാത്ത അനായിഫാൽമക്ക്. അതുപോലെ അത്തഹിയാത്തിലെ അക്ഷരങ്ങൾ സൂക്ഷിക്കലും നിർബന്ധമാണ്. വമുവാലാത്തുൻ, അത് തുടർച്ചയാക്കൽ എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തുൽ മുബാറകാത്തു ലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞിട്ട് പിന്നീട് കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, കുറെ നേരം വെയിറ്റിംഗ്, അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അടുത്ത ബാക്കി ഓതുന്നത്. അങ്ങനെ വെയിറ്റിംഗ് പാടില്ല. മുവാലാത്ത് വേണം. ഒന്ന് ഓതിയാ അടുത്ത സ്റ്റെപ്പിൽ അടുത്തതാണ് ഓതണം. ശ്വാസത്തിന്റെ അടക്കം അല്ലാതെ അടങ്ങാൻ പാടില്ല. അവ അവിടെ അങ്ങനെ വെയിറ്റിംഗ് പാടില്ല. അടിയിലടിയിൽ മുവാലാത്തും തുടരെ ഓതണം. ബിക്കൽ ഫാത്തിഹത്തി, ഫാത്തിഹയിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഇനി ഒരാൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, എന്ത് ചെയ്യണം? ഫാത്തിഹ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫാത്തിഹ അറിയില്ലെങ്കിലാ ഫാത്തിഹ പഠിക്കണം. പഠിക്കൽ നിർബന്ധമാണ്. അക്ഷരം തെറ്റാതെ പഠിക്കൽ നിർബന്ധമാണ്. പറയട്ടെ, ഒമൻ ജഹില, ഒരാൾ ഫാത്തിഹ അറിയില്ലെങ്കിൽ, ജമീ അൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ മുഴുവൻ ഭാഗങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ, വലം യുംകിൻഹു, അവൻക്ക് സാധിച്ചതും ഇല്ല, തഅല്ലുമുഹനെ പഠിക്കൽ. സാധിച്ചിട്ട് കാരണം കേക്കോട്ടും പടക്കോട്ടും നടന്നിട്ട് സാധിച്ചതാന്നല്ല, പഠിക്കാന്. ഇന്നലെ അങ്ങോട്ട് മുസ്ലിമായിട്ടുള്ളൂ, ഇന്നിങ്ങോട്ട് മുസ്ലിമായിട്ടുള്ളൂ. അപ്പൊ നിസ്കാരത്തിന്റെ സമയമായി, കലാകാനുമായി. ഇപ്പൊ ഇങ്ങനെ പഠിക്കാൻ നിന്ന് നേരം കിട്ടൂല. അപ്പൊ ഫാത്തിഹ അപ്പൊ എന്ത് ചെയ്യാ? അങ്ങനൊക്കെ. അതായത് ഇപ്പോൾ നേരമില്ല, അതുകൊണ്ടാണ്. അല്ലാതെ നമ്മളൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്നും ഇങ്ങോട്ട് മുസ്ലിമായ ആളിപ്പോ എന്താ ചെയ്യാ? വലം യുംകിൻഹു തഅല്ലുമുഹ, അതിനെ പഠിക്കാൻ സാധിച്ചിട്ടുമില്ല. ഖബല ലീഖിൽ വഖ്തി, സമയം ഇടുങ്ങുന്നതിന് മുമ്പ്, കുടുസാവുന്നതിന് മുമ്പ്, സമയം കളാകണ മുമ്പ്. ഫലാ ഖിറാഅത്തുഹ, അതിനെ ഓതാനും സാധിച്ചില്ല. ഫീ നഹ്വിൽ മുസ്ഹഫിൻ, മുസ്ഹഫ് പോലത്തിൽ നോക്കിയിട്ട്. എന്നാൽ ലസിമഹു, അവൻക്ക് നിർബന്ധമാണ്. ഖിറാഅത്തു സബഈ ആയാത്തിൻ, 7 ആയത്ത് ഓതാ. അവൻക്ക് അറിയണ ഖുൽ ഹുവല്ലാഹു അഹദ്, അത് അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ 7 ആയത്ത്, ഏതെങ്കിലും 7 ആയത്ത് ഓതാ. വലൗ മുതഫർരിഖത്തൻ, അത് വിട്ടുപിരിഞ്ഞ ആയത്താണ് ശരി. ഒരായത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാം, പിന്നെ റബ്ബിന്നാസിന്റെ ഒരായത്ത് അറിയാം, റബ്ബിൽ ഫലക്കിന്റെ ഒരായത്ത് അറിയാം, തബ്ബത്തിന്റെ ഒരായത്ത് അറിയാം. അങ്ങനെ അവിടെ ഇവിടുന്നൊക്കെ ഒരായത്തൊക്കെ അറിയുള്ളൂ. ഫുള്ള് ക്രമത്തിലുണ്ട് ഒരു ഭാഗം മാത്രം ഓതാം, ഒരു ഭാഗം ഫുള്ളാക്കാൻ കഴിയൂല. വല മുതഫർരിഖത്തൻ, അത് വിട്ടുപിരിഞ്ഞ ആയത്തുകളാണെങ്കിലും മതി. ലാ യൻഖുസു ഹുറൂഫുഹ, അപ്പൊ 7 ആയത്ത് ഓതുക എന്നാണ് ഫാത്തിഹ അറിയാത്ത ആള്. ലാ യൻഖുസു ഹുറൂഫുഹ, ഈ ആയത്തിന്റെ അക്ഷരം കുറയാൻ പാടില്ല.
അൻ ഹുറൂഫിൽ ഫാത്തിഹത്തി ഫാത്തിഹന്റെ അക്ഷരങ്ങൾ തൊട്ട്. ഫാത്തിഹന്റെ അക്ഷരം ശ്രദ്ധയോട് കൂടെ 155 എന്നല്ല നമ്മൾ പറഞ്ഞിട്ട്. ആ അക്ഷരങ്ങൾ കുറയാൻ പാടില്ല. ഹിയ 156 155 മലിക്ക് നോതുമ്പോ 55. അതാ ഞാൻ പറഞ്ഞത്. വഹിയ ഫാത്തിഹ ബിൽ ബസ്മലത്തി ബിസ്മിയോട് കൂടെ തസ്ദീദാത്തി ശബ്ദങ്ങളോട് കൂടെ 156 ഹർഫൻ 156 അക്ഷരമാണ്. 55 അല്ലപ്പോ 56 അക്ഷരമാണ്. ബി ഇസ്ബാത്തി അലിഫി മാലിക്കിന്റെ അലിഫിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട്. നമ്മൾ നേരത്തെ മലിക്കി എന്ന് ഓതുമ്പോഴാണ് 155 പറഞ്ഞത്. അപ്പൊ 156 മാലിക്ക് എഴുതുമ്പോ. വലോ ഖദറ. ഇനി മറ്റൊന്ന്, ഒരാൾക്ക് കഴിയുമെങ്കിൽ അലാ ബഅദിൽ ഫാത്തിഹ. അപ്പൊ 7 ആയത്ത് ഓതുക എന്നാണ് നമ്മൾ പറഞ്ഞത്. ഫാത്തിഹന്റെ അക്ഷരങ്ങള് കുറയാനും പാടില്ല. വലോ ഖദറ, ഒരാൾക്ക് കഴിവായ അലാ ബഅദിൽ ഫാത്തിഹത്തി ഫാത്തിഹന്റെ ചിലത്, ഫാത്തിഹന്റെ കുറച്ച ഭാഗം അറിയാം. അർ-റഹ്മാൻ റഹീം വരെ അറിയാം. കററഹു, എന്നാൽ അതിനെ ആവർത്തിക്കണം. അതന്നെ ആവർത്തിച്ചാ മതി. ആറിന് ലിയബ്ലുഗ, അവൻ എത്തിക്കാൻ വേണ്ടി ഖദറഹ ഫാത്തിഹന്റെ അത്ര, അതന്നെ ആവർത്തിച്ചിട്ട് ഫാത്തിഹന്റെ അത്ര എത്തിക്ക, അതിന്റെ അളവ് എത്തിക്ക. ഇല്ലം യഖ്ദിർ അലാ ബദലിൻ, പകരം വേറൊന്നും കഴിയൂലെങ്കിലാണ് അതന്നെ ആവർത്തിക്കണം എന്ന് പറയുന്നത്. കഴിയുമെങ്കിൽ അപ്പൊ മറ്റാണ് കഴിയുന്നത്ര ബാക്കി ഓത. അവനക്ക് ഫാത്തിഹന്റെ അല്പം അറിയില്ല, ഫാത്തിഹ അല്ലാത്ത ആയത്തും അറിയില്ല. ഇന്നെന്താ ഈ ആയത്തൊന്നും അറിയില്ല, ഖുർആനിലെ ആയത്തൊന്നും അറിയില്ല. ദിക്റിന്റെ 7 ഇനങ്ങൾ അവൻ ഓതണം. ഖുർആനിലെ ഒറ്റ ആയത്തും അറിയാത്ത ആളാണെങ്കിൽ, ഫാത്തിഹ അറിയില്ലെങ്കിൽ 7 ആയത്ത് ഓതണം എന്നറിഞ്ഞു ഏതെങ്കിലും. അല്ലെങ്കിൽ അതും അറിയില്ലെങ്കിൽ ഫാത്തിഹ അറിയാത്ത ആളും ഫാത്തിഹ ഒരായത്തും അറിയില്ല എന്നാൽ 7 ഇനം ദിക്റില്ല. അതേപോലെ എന്ന് പറഞ്ഞാല് 156 അക്ഷരം ഉണ്ടാവണം, അല്ലെങ്കിൽ 155 ഫാത്തിഹന്റെ അത്ര അക്ഷരം. അതും അറിയ ദിക്ർ സുബ്ഹാനല്ലാഹ് എല്ലാം അറിയേ, അൽഹംദുലില്ലാഹ് എന്നാ. അങ്ങനെ 7 ഇനം ദിക്റില്ല. അതും അറിയില്ലെങ്കിലാ ഫഖൂഫുൻ ഖദറഹ, അതും അറിയില്ലേ. എന്നാ പിന്നെ അത്രയും സമയം അവിടെ നിൽക്കുക. ഫവഖൂഫുൻ ഖദറഹ, അത്ര സമയം അവിടെ നിൽക്കുക, ഉണ്ടാതെ നിന്നാ മതി. ഇങ്ങോട്ട് അങ്ങനെ നിസ്കരിക്കാം. അപ്പൊ എന്നാൽ നിസ്കാരം ഒഴിവാകുന്ന പ്രശ്നമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഫാത്തിഹയുമായി ബന്ധപ്പെട്ട മസാലകളാണ് ഈ പറഞ്ഞതൊക്കെ. അസ്സലാമു അലൈക്കും.